ഞങ്ങളെപ്പോലുള്ളവരുടെ സൗകര്യ ജീവിതവും സ്വത്തും ജീവനും സംരക്ഷിക്കാൻ ഈ പറഞ്ഞ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് സാർ. സാർ, പരാതിയിൽ പറഞ്ഞിരിക്കുന്ന വിജയ് പണിക്കർ എന്ന വ്യക്തി ഇതിനു മുൻപും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയോട് വളരെ നിന്ദ്യമായ രീതിയിൽ പെരുമാറിയിട്ടുള്ളതിന് വിചാരണ നേരിട്ടുള്ള ആളാണ് സാർ. സ്വന്തം കുട്ടി ട്രാൻസ്മാൻ ആണെന്ന് അറിഞ്ഞപ്പോൾ ആ പയ്യനെ അന്യായമായി വീട്ടുതടങ്കലിലാക്കുകയും പിന്നീട് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത ആളാണ് മിസ്റ്റർ പണിക്കർ. ഇത്രയും ക്രൂരമായ മനസ്സുള്ള ഒരാളെയാണോ സാറ് മനോരോഗി എന്ന ആനുകൂല്യം നൽകി രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ ആരുടെയും പക്ഷം പിടിച്ച് സംസാരിച്ചതല്ല. യാഥാർത്ഥ്യം നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും കേസ് വിശദമായി അന്വേഷിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ സാർ നീതിയുക്തമായ അന്വേഷണം നടത്തി പ്രതിക്കെതിരെ ഉചിതമായ നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ചേർന്ന് സ്റ്റേഷൻ ഉപരോധിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളെ പുച്ഛിക്കുകയും അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഇമാതിരി ആളുകൾക്ക് ഇതൊരു പാഠമായിരിക്കണം. ഓക്കെ, അന്വേഷിച്ച് വേണ്ട നടപടികൾ ഞാൻ എടുത്തോളാം. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. ഞങ്ങൾ എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം സാർ. പക്ഷെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കണം. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വാ കബനി. Father says, dreams always mean something. I sip some tea. എന്റെ ഷോപ്പിൽ നിന്ന് തട്ടിയെടുത്ത പുസ്തകങ്ങൾ അയാളുടെ കൈയിരിക്കുന്നേ. ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം SI സാറിന്? എന്തായി ദക്ഷേച്ചി, SI എന്ത് പറഞ്ഞു? സാറിന് ചായവ് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. നിങ്ങൾ വാ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. അബൂക്ക, ഈ കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ? കേസിന്റെ കാര്യത്തിൽ നിങ്ങൾ ചില്ലി കാശ് പോലും ചെലവാക്കുകയും വേണ്ട. കേസ് ഞങ്ങൾ നടത്തിക്കൊള്ളാം. അബൂക്ക ആ സമയത്ത് കടയിലുണ്ടായിരുന്നെന്നും പണിക്കരെ കബനിയെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് കണ്ടെന്നും ഒരു മൊഴി കൊടുത്താൽ മതി. അതിന് പ്രയാസമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? കേസ് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാ ഞങ്ങൾ അബൂക്കയെ കൂടെ ഇത് സാക്ഷിയാക്കുന്നത്. ഇവിടെ അതിനുവേണ്ടി സമയമൊന്നും എടുക്കില്ല. അബൂക്കൊന്ന് വന്നിട്ട് പോവും. ശരി. എന്താ അയാള് പറയുന്നേ? നിന്റെ മുതലാളി ആള് കൊള്ളാലോ കബനി. മൂപ്പർക്ക് ഇത് കേസാക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ലേ? കയ്യിൽ നിന്ന് കാശിറങ്ങുന്നുള്ള പേടിയാ അബൂക്കയ്ക്ക്. പിന്നെ കേസുമായി കോടതി കയറി ഇറങ്ങേണ്ടി വരുമോ എന്നുള്ള പേടിയും. കേസ് നമ്മളായിട്ട് നടത്താന്ന് പറഞ്ഞപ്പോഴാ ആൾക്ക് സമാധാനമായത്. അല്ലെങ്കിൽ ആളൊരു വല്ലാത്ത ടൈപ്പാ ചേച്ചി. നമ്മളെ കാണുമ്പോ വലിയ വർത്തമാനമൊക്കെ പറയുമെങ്കിലും കാര്യത്തോടെടുക്കുമ്പോ അയാൾ കൈമലർത്തി കാണിക്കും. നീ വിഷമിക്കേണ്ട കവനി. ആരൊക്കെ എതിർത്താലും കൂടെ ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ ഈ കേസ് നടത്തിയിരിക്കും. അത് വേണം ചേച്ചി. ഈ കേസ് നടത്താൻ നമ്മൾ ഇനി പാട്ടപ്പിരിവ് നടത്തേണ്ടി വന്നാലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകരുത്. എനിക്ക് അയാളോട് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലോ. ദേ വക്കീൽ ലാൻഡ് ചെയ്തു. നമസ്കാരം ദർശ. അഗ്നി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു സർ. ഇത് കബനി, ഞങ്ങളുടെ ഫെർട്ടേണിറ്റിയുടെ മെമ്പറാ. ഈ കബനിയാ വിജയ് പണിക്കർ പൊതുനിരത്തിൽ വെച്ച് അപമാനിക്കാനും കൊല്ലാനും ശ്രമിച്ചത്. അങ്ങനെ ഒരു പരാതി ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതാ വന്നത്. സാറ് വരുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ കേസിൽ അങ്ങേരെ രക്ഷപ്പെടുത്തിയ പോലെ ഈ കേസിൽ അത്ര എളുപ്പം പണിക്കരെ രക്ഷപ്പെടുത്താമെന്ന് സാറ് കരുതണ്ട. അന്നേ കോടതി അയാളെ വേണ്ട രീതിയിൽ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് കബനിക്ക് ഈ ഗതി ഉണ്ടാവില്ലായിരുന്നു. കബനി, ആക്ച്വലി എന്താ തൻ്റെ ഷോപ്പിൽ സംഭവിച്ചത് എന്താണെന്നൊക്കെ പരാതിയിൽ ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സാറേ. SIയോട് ചോദിച്ചാൽ സാറിന് പരാതിയുടെ പകർപ്പ് കിട്ടുമല്ലോ. അത് കിട്ടും. പക്ഷേ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ ദക്ഷ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയല്ലേ? അതൊക്കെ ശരി തന്നെ. പക്ഷെ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് സാറിന് തീരെ വിശ്വാസമില്ല. ദക്ഷ, ഞാൻ എന്തുകൊണ്ടാണ് അന്ന് പണിക്കരുടെ കേസ് ഏറ്റെടുത്തതെന്ന് അതിൻ്റെ കാര്യകാരണ സഹിതം നിങ്ങളോട് വ്യക്തമാക്കിയതാണ്. അതുപോട്ടെ,
അതിനെപ്പറ്റി സംസാരിക്കാനുള്ള സമയമല്ലല്ലോ ഇപ്പോൾ. സി ദക്ഷ, വിജയ് പണിക്കർ ഒരു മെന്റൽ പേഷ്യൻ്റ് ആണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതാണ്. കോടതി ഉത്തരവിട്ടതുപോലെ അയാളിപ്പോൾ സൈക്കാട്രിസ്റ്റിന്റെ ട്രീറ്റ്മെന്റിലുമാണ്. ഞാൻ പണിക്കരുടെ മിസ്സസുമായിട്ട് സംസാരിച്ചിരുന്നു. ഡോക്ടറുടെ ക്ലിനിക്കിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് VP അവരുടെ കണ്ണ് വെട്ടിച്ച് കടന്നതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ സുഹൃത്തിനെ പണിക്കർ മനഃപൂർവ്വം ഉപദ്രവിച്ചതാകാൻ ചാൻസ് ഇല്ല. അയാളുടെ മാനസിക അസ്വസ്ഥം കൊണ്ടാവാം. ഞങ്ങളെ പോലുള്ളവരെ കാണുമ്പോൾ മാത്രം ഉപദ്രവിക്കാൻ തോന്നുന്നത് ഒരു പ്രത്യേകതരം മാനസിക അസുഖമാണല്ലോ സാർ. ആ ബുക്ക് സ്റ്റാളിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അവരെയൊന്നും ഉപദ്രവിക്കാതെ അയാൾക്ക് കബനിയെ മാത്രം ഉപദ്രവിക്കാൻ എന്തുകൊണ്ട് തോന്നി? അതിനുള്ള ചികിത്സ ആശുപത്രിയിലല്ല സാറേ, ജയിലിലാ നല്ലത്. അത് കിട്ടുമ്പോഴേ അയാൾ പഠിച്ചോളും. നോക്ക് ദക്ഷ, ഒരു തർക്കത്തിന് ഞാനില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ പറയാം. ഈ കേസ് ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ കബനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് മാന്യമായൊരു കോമ്പൻസേഷൻ ഞാൻ പണിക്കര വീട്ടിൽ നിന്ന് വാങ്ങിത്തരാം. സോറി സാർ, അങ്ങനെ ഒരു കോംപ്രമൈസിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. കോമ്പൻസേഷൻ വാങ്ങി അയാളെ വെറുതെ വിട്ടാൽ ഇതുപോലുള്ള അവസരം ഉണ്ടാക്കി അയാൾ ഇനിയും ഞങ്ങളെ ഉപദ്രവിക്കില്ലെന്നും കൊല്ലാനും ശ്രമിക്കില്ലെന്നും എന്താ ഉറപ്പ്? അതുകൊണ്ട് ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ശരി, ഞാൻ SI ഒന്ന് കാണട്ടെ. കണ്ടോളൂ. പക്ഷെ അന്ന് കോടതിയിൽ നിന്ന് പണിക്ക് രക്ഷിച്ചതുപോലെ സ്റ്റേഷൻ ജാമ്യത്തിൽ അയാളെ ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് സാറ് വിചാരിക്കണ്ട. SI വക്കീലിന്റെ പരിചയക്കാരനാണെന്ന് തോന്നുന്നു. രണ്ടുപേരും നേരത്തെ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അങ്ങനെയാണെങ്കിൽ ആ സ്വാധീനം ഉപയോഗിച്ച് അയാള് പണിക്കരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടുകിട്ടാൻ ശ്രമിക്കും. അഗ്നി, നീ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്. ആവശ്യമെങ്കിൽ സ്റ്റേഷൻ ഉപരോധിക്കാൻ എല്ലാവരും തയ്യാറായിരിക്കണമെന്ന് പറ. ശരി ചേച്ചി. ഹലോ, എനിക്കൊരു പേനയും പേപ്പറും തരാൻ പറ്റുമോ? എന്താ കാര്യം? കാര്യം അറിഞ്ഞാലേ നിങ്ങൾ തരുള്ളൂ. സി മിസ്റ്റർ, ഒരു പേനയുടെയും പേപ്പറിന്റെയും ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം. Then why you ask these silly questions? പേനയും പേപ്പറും എന്തിനാണെന്ന് പോലും. റിഡിക്കുലസ്. നിങ്ങൾ എത്തി നന്ദൻ. എന്തെത്ര താമസിച്ചത്? ഗീത കണ്ടായിരുന്നോ? സി മിസ്റ്റർ നന്ദൻ, ഐ ബോട്ട് സം ബുക്സ്. പക്ഷേ ഇതിന്റെ കാശ് കൊടുക്കാൻ അപ്പൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. കാശില്ലായിരുന്നെങ്കിൽ ആ പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ വന്ന് വാങ്ങിയാൽ മതിയായിരുന്നു. നോ, അത് ശരിയാവില്ല നന്ദൻ. മാറ്റി വെച്ചാൽ അവരിത് വേറെ ആർക്കെങ്കിലും വിൽക്കും. പിന്നെ നമ്മൾ അന്വേഷിച്ച് വരുമ്പോൾ കിട്ടാതാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയാ ഞാനിത് കയ്യോടെ എടുത്തോണ്ട് വന്നത്. സാറ് കാരണം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായെന്നറിയോ? സാർ എന്തിനാ കടയിൽ നിന്ന് ആ സ്ത്രീയെ ഉപദ്രവിക്കാൻ പോയത്? ആരും ഉപദ്രവിച്ചു? അവരെ എന്നെ ഉപദ്രവിക്കാൻ വന്നത്. അപ്പൊ ഞാൻ അവരെ തടഞ്ഞു. അതാണ് സംഭവിച്ചത്. അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല നന്ദൻ. പ്ലീസ് ബിലീവ് മീ. ഏയ്, ഒന്നും ചെയ്തില്ല. അവിടെ നിന്നൊരു ട്രാൻസ്ജെൻഡർ പെണ്ണിനെ ഒറ്റ തള്ളിനാ താഴെയിട്ടത്. വധശ്രമത്തിന് അവരിവിടെ കൊണ്ടുവന്ന് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. എന്റെ പൊന്ന് സാറേ, തലയ്ക്ക് വെളിവില്ലാത്ത ഇമ്മാതിരി ആൾക്കാരെയൊക്കെ തോന്നിയതുപോലെ തുറന്നു വിടരുതെന്ന് വീട്ടുകാരോടൊന്ന് പറയണം. ഇനി ഇതിന്റെ പേരിൽ അവരുടെ സംഘടന എങ്ങാനും സ്റ്റേഷൻ ഉപരോധിക്കാൻ വന്നാ ഞങ്ങളെല്ലാം ഉത്തരം പറയേണ്ടി വരും സാറേ. ഹലോ, നിങ്ങൾ എന്തിനാ അങ്ങനെ ബ്ലാ ബ്ലാന്ന് വെച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടത് പണമല്ലേ? അതെന്റെ ഭാര്യ കൊടുത്തു വിട്ടുന്നത്. ഞാൻ എത്ര ബുക്ക് എടുത്തോ അത്രയും ബുക്കിന്റെ കാശ് കൊടുത്തെന്നാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാലോ. ആ നന്ദൻ, ഇവർക്ക് എത്രയാ വേണ്ടെന്ന് വെച്ച് കൊടുത്തേക്ക്. മുഴുവൻ സെറ്റിൽ ചെയ്തേക്ക്. എന്നിട്ട് നമുക്ക് വേഗം പോവാം. എനിക്ക് വേഗം വീട്ടിൽ ചെല്ലണം. ഗീതയും നന്ദന്റെ സിസ്റ്ററും മാത്രമേ ഉള്ളൂ അവിടെ. സി, നന്ദന്റെ പെങ്ങൾക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ ഈ ബുക്കുകളൊക്കെ. വെരി ഇൻട്രസ്റ്റിംഗ്. കരിയർ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന ഒരുപാട് ടിപ്സ് ഉണ്ട് ഇതിൽ. ഇതൊക്കെ കാണുമ്പോൾ തന്റെ പെങ്ങൾക്ക് എന്തുമാത്രം സന്തോഷമാവുമെന്നറിയോ? മിടുക്കിയാക്കി എടുക്കണം നമുക്കവിടെ. സാർ, SI സാർ ചെല്ലാൻ പറഞ്ഞു. സാർ ഇവിടെ ഇരിക്കെ, ഞാനേ ഒരാളൊന്ന് കണ്ടിട്ട് വരാം. വേഗം വരണം കേട്ടോ. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. പോണം നമുക്ക് വേഗം. പോകാം, ഞാനിപ്പോൾ വരാം. ആ,
ഇല്ല സർ, അങ്ങനെ ഇഷ്യൂ ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം സാർ. ഷുവർ സാർ. ഓക്കെ സാർ, ശരി സാർ, ഇപ്പോൾ തന്നെ ചെയ്യാം. എക്സ്ക്യൂസ് മീ സാർ. ആ വക്കീലേ, വാ ഇരിക്കേ. താങ്ക് യു. സംഗതിയാകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുവാണല്ലോ വക്കീലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സാർ, ഇതിൽ രണ്ടു കൂട്ടരുടെ ഭാഗത്തും ശരിയും തെറ്റും ഉണ്ടെന്നാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നത്. വിജയ് പണിക്കർ ആ കബനി എന്ന ട്രാൻസ്ഫോമനെ ആക്രമിച്ചത് ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത തെറ്റ് തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഒരു മനോരോഗിയുടെ സമനില തെറ്റിയുള്ള ഒരു പ്രവൃത്തിയെ പർവ്വതീകരിച്ച് അയാൾക്കെതിരെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് അയാളെ ജയിലിലാക്കാൻ നോക്കുന്നത് അത്ര ശരിയുള്ള ഏർപ്പാടല്ലല്ലോ സാർ. കാര്യങ്ങളൊക്കെ വ്യക്തമായി നമുക്ക് രണ്ടുപേർക്കും അറിയാൻ വക്കീലേ. പക്ഷെ ആരോടും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്നാലാവും വിധം അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കിയതാ. പക്ഷെ അമ്പിനും വില്ലിനും അവരെ അടുക്കാൻ തയ്യാറല്ല. മാത്രമല്ല സംഗതി നമ്മുടെ കൺട്രോളിൽ നിന്നും കൈവിട്ട് പോവുകയും ചെയ്തു. എങ്ങനെ? ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിക്കാർ സ്റ്റേഷൻ ഉപരോധിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സാർ, ഞാനും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാനും ഇപ്പോൾ അവരുടെ ശത്രുപക്ഷത്താണ്. യെസ്, എനിക്കറിയാം. വക്കീലല്ലേ അന്ന് ഈ പണിക്കരെ കേസിൽ നിന്ന് രക്ഷിച്ചത്. അപ്പോൾ അവർക്കതിൻ്റെ ഒരു ചുരുക്ക് കാണാതിരിക്കില്ലല്ലോ. ദക്ഷയാണ് അവരുടെ ലീഡർ. അവരെ എങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്യാനായാൽ. നോ നന്ദൻ, ഇനി അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സംഭവം മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. മൈ ഗോഡ്, അവരെങ്ങനെ ഇത്? അവർക്ക് ന്യൂസ് ബ്രേക്ക് ചെയ്യാൻ സെൻസേഷണൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണല്ലോ വേണ്ടത്. ഈ മാറ്ററിൽ അവർക്കത് വേണ്ടുവോളം ഉണ്ട്. ഈ ഷോപ്പിലുള്ള CCTVയിൽ വിജയ് പണിക്കർ ഷോപ്പിൽ നിന്നും ബുക്ക് തട്ടിയെടുത്ത് പോകുന്നതും അത് തടയാൻ ശ്രമിച്ച കബനിയെ പണിക്കർ ഉപദ്രവിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ആ വിഷ്വൽ സഹിതമാണ് ഇപ്പോൾ എല്ലാ ചാനലുകളും ഈ വാർത്ത എയർ ചെയ്യുന്നത്. എനിക്ക് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. ഒരു പ്രാദേശിക പ്രശ്നത്തിൽ നിന്ന് ഇതൊരു സ്റ്റേറ്റ് വൈഡ് ഇഷ്യൂ ആയി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ DGPയുടെ ഓഫീസിൽ നിന്നേ കോൾ വരാനുള്ളൂ. താമസിയാതെ അതും ഉണ്ടാവും. ഒരു കാരണവശാലും ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഉപരോധം സ്റ്റേഷനിൽ ഉണ്ടാവരുതെന്ന് കമ്മീഷണറുടെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇനി അതുകൂടി നടന്നാൽ എൻ്റെ തൊപ്പിയാവും തെറിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സാർ? നന്ദൻ സാർ വരട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ. സാർ ഈ കേസിൽ ഇൻവോൾവ് ആണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിതുവരെ ആക്ഷനൊന്നും എടുക്കാത്തത്. പക്ഷേ ഇനി ഇത് നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല. പേരിനെങ്കിലും മിസ്റ്റർ പണിക്കരെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. ഇത്രയും സമയമായതുകൊണ്ട് ഇനി കോടതിയിൽ ഹാജരാക്കാൻ പറ്റില്ലല്ലോ. നാളെ കോടതി അവധിയാണ്. അക്യൂസ്ഡ് ഒരു മെന്റൽ പേഷ്യൻ്റ് ആയതുകൊണ്ട് ഇത്രയും സമയം പോലീസ് കസ്റ്റഡിയിൽ വെക്കാനും പാടില്ല. സാർ ഒരു കാര്യം ചെയ്യും, വിജയ് പണിക്കരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കോളൂ. എന്നിട്ട് ഇന്ന് തന്നെ പണിക്കരെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാലോ അല്ലേ? പിന്നെന്താ, അതിന് പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ മൂവ് ചെയ്യാം സാർ. അതിനിടയിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി, കുറച്ചു നേരം എനിക്ക് പണിക്കരോടൊപ്പം സ്പെൻഡ് ചെയ്യാലോ അല്ലേ? ഷുവർ, പിന്നെന്താ. താങ്ക് യു സാർ. ഹലോ സർ. അതെ സർ, പ്രതിയുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു സർ. വൈകിട്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ സർ. അപ്പോ അപ്പോ എന്താ ഉണ്ട്? നീ എന്തെങ്കിലും അറിഞ്ഞോ? അപ്പോ ആരെങ്കിലും വിളിക്കോ മറ്റോ ചെയ്തോ? എന്നെ ആരും വിളിച്ചില്ലല്ലോ. എന്താ ഉണ്ട്? എന്താ ഉണ്ട്? എന്താ കാര്യം? അപ്പോ നീ വിഷമിക്കൊന്നും ചെയ്യരുത്. ഞാനിപ്പോ ഓൺലൈൻ ന്യൂസിൽ ഒരു വാർത്ത കണ്ടു. അത് സത്യമാണോ ഫേക്ക് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കണ്ടിടത്തോളം അതിലെന്തോ കാര്യമുള്ളത് പോലെ തോന്നുന്നു. എന്താ ഉണ്ട് ന്യൂസില്? എന്താ കണ്ടത്? തിരുവനന്തപുരത്ത് പട്ടാപ്പകൽ ട്രാൻസ്ജെൻഡർ വനിതയ്ക്ക് നേരെ ആക്രമണം. നഗരഹൃദയത്തിലുള്ള ബുക്ക് സ്റ്റോളിൽ വെച്ചാണ് സെയിൽസ് ഗേളായ ട്രാൻസ്ജെൻഡർ യുവതി ആക്രമിക്കപ്പെട്ടത്. കടയിലേക്ക് വന്ന അക്രമി പുസ്തകങ്ങൾ എടുക്കുകയും കാശ് കൊടുക്കാതെ പോകാൻ നോക്കിയപ്പോൾ അത് ചോദ്യം ചെയ്ത കബനി എന്ന ട്രാൻസ്ജെൻഡർ യുവതിയെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു.
അക്രമിയെ പിന്നീട് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. വിജയ് പണിക്കർ എന്ന അക്രമി മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണെന്നും ഇതിനു മുമ്പും സമാനമായ കേസുകളിൽ ഇയാൾ പ്രതിയാണെന്നും വാർത്തകളുണ്ട്. ഇത് സത്യവാനാ സാധ്യത ആന്റി. BP ഇത് ചെയ്തിട്ടുണ്ടാവും. എന്ത് ഭാവിച്ച ഈ മനുഷ്യൻ ഇങ്ങനെ? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? വിജയ് ഏത് പോലീസ് സ്റ്റേഷനിലേക്കാ കൊണ്ടുപോയിരിക്കുന്നെന്ന് എങ്ങനെ അറിയാം? ഞാൻ നന്ദൻ സാറിനൊന്ന് വിളിക്കട്ടെ. നന്ദൻ സാറാ? ഹലോ സർ. ആ ഉണ്ട്, ഞാനിപ്പോ കണ്ടു സർ. ടൗൺ സ്റ്റേഷനിലോ? ശരി സർ, ഞാൻ ഉടനെ എത്താം. ആന്റി, BPയെ ടൗൺ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇതെങ്ങനെയാ അപ്പോ സംഭവിച്ചത്? വിജയ്ക്ക് എന്താ പറ്റിയത്? അറിയില്ല, ഞാൻ ചെന്നിട്ട് വിവരം അറിയിക്കാം. വേഗം ചെല്ല്. വിജയ് പണിക്കർ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നവരെ നമ്മൾ ഇവിടെ തന്നെ തുടരും. കോടതിയിൽ ഇന്നിനി ഹാജരാക്കാൻ പറ്റില്ലെന്നല്ലേ SI സാർ പറഞ്ഞത്? പിന്നെന്ത് ചെയ്യും? മേലധികാരികളുമായി കൂടിയാലോചിച്ചിട്ട് ചെയ്യാന്നല്ലേ SIയുടെ വിശദീകരണം. അവരുടെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. എത്രയാ ചേട്ടാ? 70 രൂപ. ദേ, അച്ഛനെ രക്ഷിക്കാൻ പതിവ് പോലെ അപ്പു എത്തിയല്ലോ. ഇന്ന് ഇവനോട് 2 വാക്ക് സംസാരിച്ചിട്ട് തന്നെ കാര്യം. ദേ അഗ്നി, അത് വേണ്ട. നമ്മുടെ ഭാഗത്തു നിന്ന് അനാവശ്യമായൊരു വാക്കോ പ്രകോപനമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എന്താ അപ്പു, സുഖമല്ലേ? അച്ഛന് ജാമ്യത്തിറക്കം വന്നതാണോ? അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ മാഡം? രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ചും മാനസിക രോഗിയായ രക്ഷിതാക്കൾ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ അവരെ സംരക്ഷിക്കേണ്ട ചുമതല മക്കൾക്കില്ലേ? ആ, അതൊക്കെ ശരി തന്നെ. പക്ഷെ കൂട്ടത്തിൽ ഒരാളെയാണ് അച്ഛൻ ഉപദ്രവിച്ചതും കൊല്ലാൻ നോക്കിയതും എന്നുകൂടി ഓർക്കുന്നത് നല്ലതാ. നോക്കപ്പൂ, ഇപ്പോഴും ഞങ്ങൾക്ക് തന്നോട് ഒരു വിരോധവും ഇല്ല. അന്ന് താൻ പറഞ്ഞതുപോലെ അത് നിങ്ങളുടെ കുടുംബ പ്രശ്നമായിരുന്നു, അപ്പൂവിനെ മാത്രം ബാധിക്കുന്ന ഒന്ന്. ഞങ്ങളത് പോട്ടേന്ന് വെച്ചു. പക്ഷേ ഇതങ്ങനെ വിട്ടുകളയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ദാ നീ ഇവളെ കണ്ടോ? എത്ര പേരോട് കരഞ്ഞും കെഞ്ചിയും കാല് പിടിച്ചുമാണ് ഇവൾക്ക് ആ ബുക്ക് സ്റ്റോളിലെ ജോലി ശരിയെന്നറിയോ? തുച്ഛമാണെങ്കിലും അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു ഇവളുടെ രോഗിയെ അമ്മയും കഴിഞ്ഞു പോരുന്നത്. ഇന്നത്തെ സംഭവത്തോടെ ഇവൾക്ക് അവളുടെ ജോലി നഷ്ടപ്പെട്ടു. തൻ്റെ അച്ഛനെ പോലുള്ളവരുടെ തമാശയ്ക്കിടയിൽ നഷ്ടമാവുന്നത് ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ ജീവനും ജീവിതവും ഒക്കെയാണ്. അതൊക്കെ ഇനിയെങ്കിലും തൻ്റെ അച്ഛനൊന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിലേ ഇതുപോലുള്ള തമാശകൾ ഇനിയും ആവർത്തിക്കും. ഞാൻ BP ന്യായീകരിക്കുന്നില്ല മാഡം. ചെയ്ത തെറ്റിന് BP അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഏത് വഴി സ്വീകരിക്കാം. എന്റെ അച്ഛനായി പോയി എന്നതിന്റെ ഒരു കൺസിഡറേഷനും നിങ്ങൾ VPയോട് കാണിക്കണ്ട. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഇങ്ങനെ പറയാൻ പറ്റൂ. അങ്ങനെ തന്നെ ചെയ്യാം സർ. എന്നാലാവുന്ന ഞാൻ ശ്രമിക്കാം. അല്ല, നിങ്ങളിതുവരെ പോയില്ലേ? പ്രതിയെ അറസ്റ്റ് ചെയ്തെന്ന് നിങ്ങളെ അറിയിച്ചതാണല്ലോ. ഇനി എന്താ തുടർ നടപടി എന്നുകൂടി അറിയാൻ നിൽക്കുക ഞങ്ങൾ. ഇന്നും നാളെയും കോടതി ഇല്ലാത്തതിനാൽ പ്രതിയെ മജിസ്ട്രേറ്റിന് വീട്ടിൽ ഹാജരാക്കാൻ പോവാ. ഇനി എന്ത് വേണം തീരുമാനിക്കേണ്ടത് മജിസ്ട്രേറ്റാണ്. അപ്പോൾ വരൂ സർ. BP അപ്പോൾ വരൂ, പറയട്ടെ. ഏതായാലും ഇത്രയായില്ലേ ദക്ഷ ചേച്ചി. അയാളെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്നോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് നമുക്ക് പോവാം. സർ, BPയെ പോലീസ് കസ്റ്റഡിയിൽ വിടുമോ അതോ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? ഒന്നും പറയാറായിട്ടില്ല. അപ്പോൾ അതൊക്കെ മജിസ്ട്രേറ്റിന്റെ വിവേചനാധികാരം പോലെ ഇരിക്കും. ഒഫൻസിന്റെ ഗ്രാവിറ്റി വെച്ച് നോക്കുമ്പോൾ ബെയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു.